കോളേജ് കോമ്പൗണ്ടിനകത്ത് മുഖം മറയ്ക്കാൻ പാടില്ലെന്ന നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധം. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസാണ് മുഖം പൂർണ്ണമായും മറച്ച പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളോട് കോളേജിനകത്ത് നിഖാബ് അനുവദിക്കില്ലെന്ന് അറിയിച്ചത്. ഇതോടെ എതിർപ്പുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. പ്രതിഷേധം വ്യാപകമായതോടെ പരിഹാരം ആവശ്യപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘയുണ്ട്. അനഘ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷ നടത്തുന്ന കേന്ദ്രമാണ് ഈ PSMO കോളേജ്. ഈ കോളേജിലേക്കാണ് ഈ വെള്ളിമുക്ക് ക്രസന്റ് SNEC കോളേജിലെ 35ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ എത്തിയിരുന്നത്. പർദ്ദ ധരിച്ച് തട്ടമിട്ട് മുഖം പൂർണ്ണമായി മറച്ച്, അതായത് നിഖാബ് ഉപയോഗിച്ച് മുഖം പൂർണ്ണമായി മറച്ച 35ഓളം വിദ്യാർത്ഥികളാണ് കോളേജിലേക്ക് എത്തുന്നതും പരീക്ഷ എഴുതുന്നതും. ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള അസീസ് മാസ്റ്റർ ഈ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് എത്തുകയും ഇത്തരത്തിൽ പരീക്ഷാ ഹാളിൽ മുഖം മറച്ചുകൊണ്ട് നിഖാബ് ധരിച്ച് വരരുതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായി തന്നെ ഈ നിഖാബ് മാറ്റി വേണം പരീക്ഷാ ഹാളിൽ എത്താനും എന്നുള്ള നിർദ്ദേശം ഈ വിദ്യാർത്ഥികൾക്ക് ആ കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള അസീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ വിദ്യാർത്ഥികൾ ഈ കാര്യം രക്ഷിതാക്കളോട് പറയുകയും ഈ കുട്ടികളിൽ ഒരു രക്ഷിതാവ് അന്ന് തന്നെ ഈ കോളേജ് പ്രിൻസിപ്പലിനെ വിളിക്കുകയും ചെയ്തിരുന്നു. കോളേജ് പ്രിൻസിപ്പലിനെ വിളിച്ച് തട്ടിക്കേറുന്ന രീതിയിലാണ് ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ സംസാരിച്ചത്. ആ പിതാവ് പറയുന്നത് താൻ JNUവിൽ പഠിച്ച ആളാണ്, അവിടെയൊന്നും ഇത്തരത്തിലൊരു നിയമവുമില്ല, മറ്റെവിടെയും ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകനോട് ചൂടാവുന്ന രീതിയിൽ തന്നെയായിരുന്നു സംസാരിച്ചത്. ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് പ്രചരിച്ചതോടുകൂടിയാണ് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ രംഗത്ത് എത്തിയിരിക്കുന്നത്. SDPI അടക്കം പറഞ്ഞിരിക്കുന്നത് ഇത് സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് SDPI രംഗത്ത് വന്നിരിക്കുന്നത്. ഈ അധ്യാപകൻ, ഈ അസീസ് എന്ന് പറയുന്ന ഈ കോളേജ് പ്രിൻസിപ്പൽ എടുത്ത നിലപാട് മാറ്റിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നൊക്കെ തന്നെയാണ് SKSF പറഞ്ഞുകൊണ്ട് നിലപാട് അറിയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള AK അനുരാജ് കാലിക്കറ്റ് VCക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇതൊരു പരീക്ഷയാണ്. ഇത്തരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടത്തുന്ന പരീക്ഷകളിലൊക്കെ തന്നെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില സർക്കുലറുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇറക്കണം. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് AK അനുരാജ് VCക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം തന്നെയാണ് ഈ അസീസ് കോളേജ് പ്രിൻസിപ്പൽ നേരിടുന്നത്. അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോളേജിൽ പരീക്ഷ എഴുതാനായിട്ടാണ് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. മുഖം മറച്ച് നിഖാബ് ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ എത്തുമ്പോൾ ആരാണ് പരീക്ഷ എഴുതാൻ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല പരീക്ഷയിൽ കോപ്പി അടിക്കുന്ന ഒരു സാഹചര്യം. കോമ്പൗണ്ടിനകത്ത് മുഖം മറയ്ക്കാൻ പാടില്ലെന്ന നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. മലപ്പുറം തിരൂരങ്ങാടി PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്.